Hey, what's up guys? ശ്രീ ഹിയർ. സംഭവം ഏത് മച്ചാനാന്ന് മനസ്സിലായോ? ദിസ് ഈസ് ദി ഗാലക്സി S26. എന്തുവാ ഇവനെ പറ്റി പറയണ്ടേ എന്ന് പറഞ്ഞാൽ 90,000 രൂപയ്ക്ക് ഇത് വാങ്ങിക്കുവാണെങ്കിൽ ഞാൻ പറയും നിങ്ങളുടെ തലയിൽ കൂടെ ട്രെയിൻ ഓടുവാണ്. സി ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ട്രൂത്ത് ആണ്. അത് നിങ്ങൾക്ക് സാംസങ് ഫാൻ ബോയ്സ് അല്ല സാംസങ് അടിമ നിങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പാടാണെങ്കിൽ ഇതിനകത്ത് 90,000 രൂപയ്ക്ക് എന്തോ നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും സൂപ്പർ കോമ്പാക്ട് ഫോണാണോ ബെസ്റ്റ്? ഒരിക്കലുമല്ല. ഏറ്റവും ബെസ്റ്റ് ക്യാമറ സെറ്റപ്പ് ഉള്ള കോമ്പാക്ട് ഫോണാണോ? ഒരിക്കലുമല്ല. ഏറ്റവും കിടിലം ഗെയിമിംഗ് കോമ്പാക്ട് ഫോണാണോ? ഒരിക്കലുമല്ല. ഏറ്റവും കിടിലം എന്തെങ്കിലും ഉള്ളൊരു കോമ്പാക്ട് ഫോണാണോ? ഒന്നുമില്ലാത്തൊരു കോമ്പാക്ട് ഫോൺ. സാംസങ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡിങ് അല്ലെ മാർക്കറ്റിംഗ് പേരിൽ അവർ 1,00,000 രൂപ അടുപ്പിച്ച് ഈ കുഞ്ഞു ഫോണിൽ കൊണ്ടിടുക. സി ഗൈസ്, എനിക്കറിയത്തില്ല അവരെന്തുവാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതിൻ്റെ 3x ടെലിഫോട്ടോ 10 മെഗാ പിക്സലാണ്. കുഴപ്പമില്ലാത്ത ക്യാമറ, പക്ഷേ കോമ്പറ്റീഷൻ 200, 100, 50 ഒക്കെ കൊടുക്കുമ്പോൾ 10 എന്തേ 40,000 രൂപയ്ക്ക് ഫോണിന് 3x ടെലിഫോട്ടോ അല്ലെങ്കിൽ 3.5x ടെലിഫോട്ടോ 50,000 രൂപയ്ക്ക്, 10x 50 മെഗാ പിക്സൽ 50,000 രൂപയ്ക്ക് കൊടുക്കണേ. രണ്ടാമത്തെ കാര്യം, 4,200 mAh 4,000 mAh ഗൈസ്, ഇതൊക്കെ എനിക്കറിയത്തില്ല. എനിക്കൊരു ഹാഫ് ഡേ ഫോണായിട്ടാണ് തോന്നിയത്. നല്ലോണം ഞാൻ പുഷ് ചെയ്യുകയാണെങ്കിൽ ഹാഫ് ഡേ അല്ല, ഒരു 3/4 ഡേ ഫോൺ. ഞാനൊരു മോഡറേറ്റ് ടു ലൈറ്റ് യൂസറാണ്. എനിക്ക് ഒരു ഫുൾ ഡേ കിട്ടുന്നില്ല എന്ന് വെച്ചാൽ മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ നിങ്ങൾക്ക് ഒരു ഫുൾ ഡേ ഇതിൽ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. ഞാനൊരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് എല്ലാ ഫീച്ചേഴ്സും ഓണാക്കി അത് എങ്ങനെ യൂസ് ചെയ്യേണ്ട രീതിയിൽ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. അല്ലാതെ പവർ സേവിങ് മോഡൊക്കെ ഇട്ട് തൊടുബി അവിടെ തൊടും അങ്ങനെയാണെങ്കിൽ 80,000 രൂപയുടെ ഫോൺ വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് 10,000-20,000 രൂപയുടെ ഫോൺ മേടിച്ചാൽ മതി. ബാറ്ററി ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ശോകം. ഒരു ദിവസം പോയിട്ട് 3/4 ദിവസം കിട്ടുന്നില്ല. എനിക്കൊരു 4.5 hours ഒക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നത്. അതും ഈ ചൂടത്ത് നല്ല ബ്രൈറ്റ്നസ് ഒക്കെ ഓൺ ആക്കിയിട്ട് യൂസ് ചെയ്താൽ അതും കിട്ടുന്നില്ല. ഞാൻ എന്തോ പറയാനാ. പിന്നെ വേറെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ആകെ നല്ലോണം കിട്ടുന്നതെന്ന് വെച്ചാൽ സെൽ റിസപ്ഷൻ, കോളിംഗ് ക്വാളിറ്റി അതൊക്കെ രസമാണ്. ക്യാമറാസ് കുഴപ്പമില്ല. അടുത്തൊരു സംഭവത്തിലേക്ക് വരാം. ഇവർ 80,000 രൂപയ്ക്ക് ഏറ്റവും പവർഫുൾ, ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള ചിപ്സെറ്റാണ് കൊടുത്തതെന്ന് വെച്ചാൽ അല്ല, എക്സിനോസാണ് കൊടുത്തേക്കുന്നത്. എക്സിനോക്സിൻ്റെ ആ ചിപ്സെറ്റ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് പെർട്ടിക്കുലർലി എനിക്ക് തെറി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അതൊരു ടെക്നോളജിക്കൽ ലീപ്പാണ്. പക്ഷേ ഈ ടെക്നോളജിക്കൽ ലീപ്പിനകത്ത് ഇവരുടെ എക്ലിപ്സ് 940 എന്ന് പറഞ്ഞ GPU അത്ര ടെക്നോളജിക്കൽ ലീപ്പല്ല. എഗൈൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതെൻ്റെ ലോങ് ടേം യൂസർ പെർസ്പെക്റ്റീവ് എന്നാണ്. GPUവും CPUവും കുഴപ്പമില്ല, 2 nanometer ഫാബ്രിക്കേഷനാണ്, ടെക്നോളജിക്ക് അടിപൊളിയാണ്. പക്ഷേ ചൂടെന്നൊക്കെ പറഞ്ഞാൽ തിളയ്ക്കും. അത് ഗെയിം കളിച്ചാൽ നല്ല ചൂടാവും. ബാക്ക് പാൻറ്റ് നല്ല ചൂടാവെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് ചൂടാവും. പിന്നെ ഈ പ്രൈസ് റേഞ്ചിന് IP69Kയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന വേറെ ഒരുപാട് ബ്രാൻഡിനകത്ത് സ്റ്റിൽ ബേസിക് ആയിട്ട് വർഷങ്ങളായിട്ട് കൊണ്ടുവരുന്ന IP68 ഒന്നും പറയാനില്ല ഇവിടെ. അടുത്ത ഇതെല്ലാം സമ്മതിക്കുക. സാംസങ് നാട്ടുകാരെ പറ്റിക്കാൻ ഏറ്റവും ഉദാഹരണം നോക്കിയാൽ നിങ്ങൾ ഏത് വെബ്സൈറ്റിൽ വേണമെങ്കിലും എടുത്ത് ഇതിൻ്റെ റാം ഏതാന്ന് നോക്കിയോ, UFS 4.x എന്ന് പറഞ്ഞ് കൊടുത്തേക്കും. ഞാൻ വിചാരിച്ചു നോക്കി പുതിയ റാം ആണോ, സാംസങ് അല്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് UFS 4.x. GSM Arena നോക്കി, ഡിജിറ്റെക്ക് കുറേ സാധനങ്ങളിലെല്ലാം ഞാൻ നോക്കി. UFS 4.x. ഈ 4.x എന്ന് പറയുമ്പോൾ 4.0 ഉള്ളു. UFS 4-ൻ്റെ അകത്ത് തന്നെ ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല. ഇതിനകത്ത് ചില റെഡിറ്റ് യൂസേഴ്സ് പറഞ്ഞാൽ 4.x എന്ന് പറഞ്ഞാൽ അണ്ടർ ക്ലോക്ക് ചെയ്താന്ന് പറയുന്നുണ്ട്. അത് റെഡിറ്റ് എന്ന് ഞാൻ വായിച്ച എൻ്റെ അറിവിൽ നിന്ന് ഞാൻ പറയാം, പ്രിഫറബിളി UFS 4.2 എന്ന് പറഞ്ഞാൽ 4.1 4.2 ലേറ്റസ്റ്റ് ടെക്നോളജി ഒന്നും അല്ല യൂസ് ചെയ്തേക്കുന്നത്. വർഷങ്ങൾ വഴക്കമുള്ള സാധനം എഴുതി കൊടുത്തേക്കുന്നത്. ദിസ് ഇസ് എ പ്യുവർലി മാർക്കറ്റിംഗ് സ്കാം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഷോകം ക്യാമറ ഭയങ്കര ഹീറ്റിംഗ്. ഷോകം ക്യാമറ എന്നൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിലും 60,000 രൂപയ്ക്ക് അത് വിവോനകത്ത് ഇതിന് ബെറ്റർ ക്യാമറ സിസ്റ്റം ഉണ്ട്. സി ഗൈസ്, ഈ പ്രശ്നം എല്ലാം വരുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ വിവോയുടെ X300 എന്ന് പറഞ്ഞ ഓഫറിങ് ടെസ്റ്റ് ചെയ്യാം. OnePlusന്റെ 13S ഉണ്ട്, അതൊരു കോമ്പാക്ട് സൂപ്പർ ഫോണാണ്, അത് എടുക്കുക. അതേപോലെ തന്നെ നമ്മൾ Xiaomi 17 ഇപ്പം ഇറങ്ങി, അതും എടുക്കുക. അതേപോലെ വേണ്ട വിവോയുടെ തന്നെ ക്യാമറ മാത്രം നോക്കണമെങ്കിൽ 50,000 രൂപയ്ക്ക് ഇതിനും അതിൻ്റെ X300 ലൈറ്റ് വെർഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, V70 അങ്ങനത്തെ സാധനം മാത്രം നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ക്യാമറ മാത്രമാണെങ്കിൽ 50,000 രൂപ 60,000 രൂപയ്ക്ക് വേറെ നല്ല കോമ്പാക്ട് ഫോൺ ഉണ്ട്. എന്ത് പോട്ടെ, എനിക്ക് ഇവിടെ മോട്ടോയുടെ സിഗ്നേച്ചറിൻ്റെ ക്യാമറ ഇതിൽ ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ കോംപ്രിഹെൻസീവ്ലി കയ്യിൽ ഞാൻ വെച്ച് യൂസ് ചെയ്യില്ല, പക്ഷെ അതും സൂപ്പർ ക്യാമറ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇവരുടെ പ്രോസസ്സിങ്ങും സ്കിൻ ടോൺസ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, പക്ഷേ ഫിസിക്കൽ സാധനങ്ങൾ ഇല്ല എന്ന് പറയണത്. ഒരു ടെലിഫോട്ടോ ഒരു മിനിമം ഒരു 50x അല്ലേ, ഒരു 20 മെഗാ പിക്സൽ ഒരു കൊടുത്തായിരുന്നെങ്കിൽ സൂപ്പറായി. 50 മെഗാ പിക്സലിൽ 20 മെഗാ പിക്സൽ കൊടുത്തേക്കാം, 3.5x കൊടുക്കായിരുന്നു.
അൾട്രാ വൈഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ പ്രോസസ്സിങ് മാത്രം കൊണ്ട് പിടിച്ചിരിക്കുന്ന ക്യാമറ സിസ്റ്റം. അതൊക്കെ പിഞ്ചിൻ ചെയ്യുമ്പോൾ ഇമേജ് നല്ലോണം നമുക്ക് പൊട്ടുന്നതായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ബാറ്ററി ലൈഫോ X300-നും Xiaomi 17-നും OnePlus-ന്റെ 13S-നും ഇതിനകത്ത് വേറെ കുറച്ച് ബഡ്ജറ്റ് ഓഫറിങ്ങിനൊക്കെ ഇതിന് നല്ല ഇവർ സിലിക്കൺ കാർബൈഡ് ടെക്നോളജി ഉണ്ടായിട്ട് മനഃപൂർവ്വം പഴയ ടെക്നോളജി മനഃപൂർവ്വം ഉപയോഗിക്കുന്നത് ആൾക്കാരെ പൊട്ടനാക്കാൻ പറ്റുമെന്ന് അവർക്കൊരു വിശ്വാസം ഉണ്ടായിട്ടുണ്ടല്ലേ? ഇല്ലെന്ന് നിങ്ങൾ പറ. സിലിക്കൺ കാർബൈഡിനാണ് സൂപ്പർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഈ ഫോൺ ഫാക്ടറിനകത്ത് തന്നെ അവർക്ക് 5500 6000 മേളിൽ കുത്തിക്കയറ്റും. എന്തിന് മോട്ടോയുടെ H70 എന്ന് പറഞ്ഞ ഫോണിന് ഇതിലും ഭയങ്കര സ്ലിം ആയിട്ടുള്ള അവർ 5000 കുത്തിക്കയറ്റിയിട്ടുള്ളൂ, ഒരു പ്രശ്നവും ഇല്ലാതെ. ദിസ് ഇസ് ഓവർ കോൺഫിഡൻസ് ഫ്രം സാംസങ്. അവരെന്തൊക്കെ കാണിച്ചാലും ഇഷ്ടമുള്ള വില ഇട്ടാലും ആൾക്കാർ ആ സോഫ്റ്റ്വെയറിന് മാത്രം അങ്ങ് മേടിച്ചോളൂ. സോഫ്റ്റ്വെയർ ആണെങ്കിൽ സൂപ്പറാ, ഉള്ള കാര്യം പറയാം, സോഫ്റ്റ്വെയർ നല്ല സോഫ്റ്റ്വെയറാണ്. പക്ഷേ ഏത് കമ്പനിയുടെ സോഫ്റ്റ്വെയർ ഇപ്പം ഇത്ര റിലയബിൾ അല്ലാത്ത? ഷവോമി സൂപ്പർ ആക്കിക്കൊണ്ടിരിക്കുക, റിയൽമി സൂപ്പർ ആയിക്കൊണ്ടിരിക്കുക, OnePlus എന്നും അടിപൊളി റിലയബിൾ സോഫ്റ്റ്വെയർ തന്നെ. എല്ലാ സോഫ്റ്റ്വെയറും ക്യാച്ചപ്പ് ചെയ്യുന്നുണ്ട്. iOS-നകത്ത് അങ്ങനെ ബഗ് ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. എടാ ഇതിനെ വെച്ച് നോക്കുവാണെങ്കിൽ iPhone 17 എനിക്ക് എന്ത് വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നും. സത്യമായിട്ടും എനിക്ക് അങ്ങനെ പറയാനുള്ളത്. ഗൈസ്, S26 എടുക്കുന്നവരെ എനിക്ക് ഒന്നേ പറയുള്ളൂ, എടുക്കരുത്. എനിക്ക് വിവോയോ ഷവോമിയോ ഒന്നും പൈസ ഒന്നും തരുന്നില്ല. പക്ഷേ ഇത് ബാറ്ററി ഇല്ല, ലേറ്റസ്റ്റ് ടെക്നോളജി ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ് ഇല്ല, ഏറ്റവും നല്ല അഡ്വാൻസ്ഡ് കൂളിംഗ് ചേമ്പർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഏറ്റവും അഡ്വാൻസ് പ്രൊട്ടക്ഷൻ കാര്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ വിക്ടസ് 2 ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ വാട്ടർ റെസിസ്റ്റൻസോ ഡോപ്പ് റെസിസ്റ്റൻസോ ഏറ്റവും അഡ്വാൻസ്ഡ് ആണോ എന്ന് വെച്ചാൽ അല്ല. ക്യാമറാസ് ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള കോമ്പാക്ട് ഫോൺ ആണോ എന്ന് വെച്ചാൽ അല്ല. വൈ എനിക്കതാ ഇഷ്ടപ്പെടുന്നത്. ഇനിയും ഈ ഫോണിനെ ഞാൻ ഒരുപാട് തരുന്നത് ഇതിൻ്റെതായ സ്ട്രെങ്ത് ഉണ്ട്, ആ സോഫ്റ്റ്വെയർ സൂപ്പറാണ്, ഇതിൻ്റെ ഡിസൈൻ ഫോം ഫാക്ടർ എന്നല്ല. കാരണം സാംസങ് ഇസ് എ വെരി റിലയബിൾ ബ്രാൻഡാണ്, സർവീസ് സെൻറ്റർ കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. ആ ഒറ്റ ഒരു കാര്യം കൊണ്ട് സാംസങ്ങിന് ഓവർ കോൺഫിഡൻസ് ഈഗോവും കയറി അവന്മാർ ഏത് വിലക്ക് ഇട്ടാലും ഇതങ്ങ് മേടിച്ചോളും എന്ന് ഭയങ്കര കോൺഫിഡൻസാണ്. ഗൈസ്, എനിക്ക് ഉത്തരേ പറയുള്ളൂ, ഈ ഫോൺ 2026-ലും എടുക്കില്ല. ഈ ഫോൺ ഒരു 50,000 രൂപ റേഞ്ചിലൊക്കെയാണ് കൊണ്ടുവരുവാണെങ്കിൽ എടുക്കണം. ഇവർ സെയിൽസ് കിട്ടാതിരിക്കണം, സാധനം പെട്ടി കടയിൽ അടുക്കി വെച്ചേക്കണം. ഈ നത്തിങ്ങിന് പറ്റിയ എന്തുവാ, അവന്മാർ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയതുകൊണ്ട് ഏത് ഫോണാണെന്ന് നിങ്ങൾക്ക് അറിയാം. 80,000 രൂപയ്ക്ക് ഫോൺ കൊണ്ടിറക്കി, 80,000 രൂപ അടുപ്പിച്ച്. ഇപ്പം എത്ര രൂപയ്ക്ക് അത് പോകുന്നത്? 38 രൂപയ്ക്ക് 42 രൂപയ്ക്ക് ആ ഫോൺ പോകുന്നത്. അതുകൊണ്ടെന്താ അവന്മാർക്ക് ഇപ്പം സെയിലുണ്ട്. ആ വിലയ്ക്ക് അവന്മാർ 45 രൂപയ്ക്ക് 42 രൂപയ്ക്ക് അവർ തുടക്കത്തിൽ കിട്ടായിരുന്നത്. ആ ഫോണിൻ്റെ കണക്ക് സെയിലുള്ള ഫോൺ ഇന്ത്യയിൽ കാണത്തില്ലായിരുന്നു. ഓവർ കോൺഫിഡൻസ് ഒരിക്കലും നല്ലതല്ല, എസ്പെഷ്യലി ടെക് ഇൻഡസ്ട്രിയിൽ. കാരണം നമ്മളെയൊക്കെ പറ്റിക്കുന്നതിനൊരു ഒരു പരിധിയുണ്ട്. ഈ വട്ടം നിങ്ങൾ മനഃപൂർവ്വം ഇത് വാങ്ങിക്കാതിരിക്കും, അവരുടെ സെയിൽസ് അടിച്ച് താക്കുക, നമുക്ക് സാംസങ്ങിനെ അക്കൗണ്ടബിൾ ആക്കാം. എഗെയിൻ, സോ ഗൈസ്, ശ്രീ ഹിയർ. പിന്നെ S26-നകത്ത് 7-നകത്ത് ഇതിനകത്ത് വര വീഴേണ്ട ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. എപ്പോൾ വര വീഴും മഴ വീഴാതെ ദൈവത്തിൻ്റെ പ്രാർത്ഥന. വര വീഴുന്ന ഇഷ്യൂസ് കൊണ്ട് ഇതിനെല്ലാം ഉപരി അതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക. ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഗൂഗിൾ ചെയ്താൽ അറിയാം, അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് വര വീഴുന്ന പ്രശ്നങ്ങളുണ്ട്. സോ ഗൈസ്, അത്ര ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. വാങ്ങിക്കില്ലേ ഉള്ള കാര്യം ഞാൻ പറയാം. ഓക്കെ, ബൈ ഗൈസ്. ഇതുപോലത്തെ ജെന്യുവിൻ ആയിട്ടുള്ള കളങ്കപ്പെടാത്ത ഓണസ്റ്റ് റിവ്യൂസ് സബ്സ്ക്രൈബ്. ടോക്ക് ടു യു ഗൈസ് ലേറ്റർ. ലവ് യു.